Hi guys, good morning. I'm Dr. Alice Matthew. ഇന്നത്തെ എന്റെ വീഡിയോ ജിം ഓണേഴ്സിനും ജിം ട്രെയിനേഴ്സിനും അല്ലെ പേഴ്സണൽ ട്രെയിനേഴ്സ് എന്നിവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ അടുത്തിടെ ഒരു ജിമ്മിൽ വിളിച്ചിട്ട് ജിമ്മിൽ ഒരു അഡ്മിഷൻ വേണം, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറെ എനിക്ക് വേണം, ആ സർവീസ് ഒക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വളരെ നല്ലതായിട്ടാണ് എന്നോട് സംസാരിച്ചതും എല്ലാം. ഫീസ് എത്രയാകുമെന്നും എന്ന് വന്ന് ജോയിൻ ചെയ്യാമെന്നും എല്ലാം ചോദിച്ചു വളരെ കാര്യമായിട്ടെല്ലാം പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഇരുന്നു. അവർക്കൊരു ഹെഡ്സപ്പ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും വേണ്ട, പക്ഷേ ഒരു ഓവറോൾ ജനറൽ ഫിറ്റ്നസ് ആകാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അവര് പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു പറയുന്നതിന്റെ കാര്യം എനിക്കൊരു ഇത്തിരി വയസ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് 71 വയസ്സായി. അത് കേട്ട പാടെ അവരെന്നോട് ചോദിക്കുക ഡോക്ടർ അറിഞ്ഞിട്ടാണോ എക്സർസൈസ് ചെയ്യാനായിട്ട് വരുന്നത്, ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണോ എക്സർസൈസിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി, കാരണം ഇത്രയും പ്രായമുള്ള ആൾക്ക് അടങ്ങിക്കുത്തി വീട്ടിൽ ഇരിക്കാൻ മേലെ എന്നുള്ള ഒരു ടോണിലാണ് അവർ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, ഞാൻ തന്നെ ഫീൽ ചെയ്തതാണ്, എനിക്ക് ഇച്ചിരി എക്സർസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു പേഴ്സണൽ ട്രെയിനറെ വേണം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എന്റെ മാനേജരോട് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 മാസത്തോളം ആയി, ഇതുവരെ എന്നെ തിരിച്ചു വിളിച്ചില്ല. എനിവേ എനിക്ക് പറയാനുള്ളത് ഈ ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയായിട്ടില്ലെന്നുള്ളതാണ്. ശരി, വാട്ട് എവർ മേ ബി, നിങ്ങളുടെ പോളിസി അങ്ങനെയാണ്, പ്രായം 60 കൂടുതലുള്ളവരോ അല്ലെങ്കിൽ ടീനേജേഴ്സിനെ യങ് അഡൽസിനെ മാത്രമേ എടുക്കുള്ളൂ നിങ്ങൾക്കൊരു റൂൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നോ പ്രോബ്ലം. അത് പറയാം, അയ്യോ ആന്റിക്ക് കുറെ പ്രായം കൂടുതലായി പോയി അല്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല. തിരിച്ചു വിളിച്ചു കഴിയുമ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ കളവിയാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഞങ്ങൾ എടുക്കത്തില്ല എന്നുള്ള ആ ഒരു വാർത്ത എനിക്ക് കേട്ട് എന്നെ ഡിസപ്പോയിന്റ് ആക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വിളിക്കാതിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് അവിടെ എനിക്ക് അഡ്മിഷൻ തന്നില്ല എന്നുള്ള ഒരു ചോദ്യവും കൂടി ഉണ്ട്. ഇപ്പൊ ഒരാള് ഒരു ജിമ്മിൽ വന്ന് എക്സർസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇച്ചിരിയെങ്കിലും ആരോഗ്യം ഉണ്ടായിട്ടും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് അങ്ങനെയൊന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതുമല്ല, ചുമ്മാതെ ഞാൻ ജിമ്മിലോട്ട് വന്ന് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യാനായിട്ടല്ല പറഞ്ഞത്, എനിക്കൊരു പേഴ്സണൽ ട്രെയിനറെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഈ പേഴ്സണൽ ട്രെയിനേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്, ഒരാൾ പുതുതായിട്ട് വരുമ്പോൾ ഈവൻ യങ് ആയിക്കോട്ടെ മിഡിൽ ഏജ്ഡ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വന്ന ഉടനെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ 100 കിലോ വീതമുള്ള 2 വെയിറ്റ് അങ്ങോട്ട് കൊടുത്തേച്ച് ലിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞാണോ ഇടുന്നത്? അങ്ങനെയാണോ? എന്റെ ഒരു അസംഷൻ എന്നാന്ന് പറഞ്ഞാൽ ഒരാളെ വന്നു ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റിനെ നല്ലവണ്ണം ഒന്ന് അസസ് ചെയ്യും, അവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് പറയും, അവർക്ക് എക്സർസൈസിനെ കുറിച്ച് എന്തറിയാമെന്ന് നോക്കും, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്നാന്ന് നോക്കും അല്ലേ. അപ്പൊ അങ്ങനെയെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഒരു യുണീക്ക് ആയിട്ട് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് കെയർ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് അവരെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്റെ ധാരണ, അല്ലെങ്കിൽ എന്നെ ഒന്ന് തിരുത്തണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ ട്രെയിനറെ വേണമെന്നും പറയുന്നതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്നനുസരിച്ച് പടിപടിയായിട്ടല്ലേ അവരുടെ എക്സർസൈസിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നത്. അല്ല അങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലാതെ ചുമ്മാ നിങ്ങൾ പേഴ്സണൽ ട്രെയിനറാണ് ഇന്നത് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങ് വിടുകയല്ല അല്ലേ. അവര് പറയും ഞാൻ ഒത്തിരി എക്സർസൈസുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അതിനെ മുഖവിലക്കെടുക്കാൻ പാടില്ല. അവര് തന്നെ അസസ് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലേ. എനിവേ, പ്രായമായവരെ ജിമ്മിൽ കയറ്റാതെ ഇരിക്കുന്ന കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ എന്താ എത്ര പേരുണ്ട് 30-40 വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇപ്പോൾ ഒരു 70 വയസ്സുള്ള ഒരാൾ വന്ന ഉടനെ അവരെന്താ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ആളാണ്, വന്നാൽ ഉടനെ അങ്ങ് ചത്തുപോകുന്നുള്ളൊരു വിചാരമാണോ നിങ്ങൾക്കുള്ളത്? അതുകൊണ്ടാണോ വരരുതെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചു പോയതാണ് കേട്ടോ. വാസ്തവം പറയുന്ന പ്രായമായവർക്കാണ് ഏറ്റവും സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു എക്സർസൈസിന്റെ ആവശ്യം. അവരാണ് സാധാരണ ഒന്നും അനങ്ങുകയില്ല, ഒന്നും ചെയ്യാതെ എക്സർസൈസ് ചെയ്യാതെ ഇരിക്കുന്ന ആള്. വാസ്തവം പറയാൻ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ് വേണ്ടിയത്. പ്രായമായവരൊക്കെ എക്സർസൈസിന് വരണം, അവർക്കിപ്പോ സമയമുണ്ട്. അപ്പൊ ആ ഒരു 45 മിനിറ്റ്സ് അല്ലെ 1 അവർ എക്സർസൈസിനായിട്ട് മാറ്റി വെച്ചെന്നാൽ എത്രയെല്ലാം ഉപകാരമുണ്ട്. ഈ പ്രായമായവരൊക്കെ ലോൺലിനെസ്സും ബോർഡമും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഒരു ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സോഷ്യൽ മിംഗ്ലിങ്ങിന് സാധിക്കും, അവരുടെ ബോർഡം ഒന്ന് മാറ്റാൻ പറ്റും, പിന്നെ അവർ എത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉയർത്താൻ പറ്റും. അങ്ങനെ അത് പല രീതിയിലാണ് ഈ ഓൾഡർ പീപ്പിളിനെ എൻകറേജ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഓൾഡർ പീപ്പിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇഗ്നോർ ചെയ്ത് ഒരിക്കലും ശരിയായില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ഇത്രേ പറയാനായിട്ടുള്ളൂ. കേരളത്തിലുള്ള എല്ലാ ജിമ്മും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജിമ്മില് ഇങ്ങനെ സംസാരിക്കുന്നത്, മനസ്സിലായോ? അപ്പോ കാരണം അമേരിക്കയിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. ഞാൻ എന്റെ 63-ാമത്തെ വയസ്സില് ബേൺ ബൂട്ട് ക്യാമ്പ്
നിങ്ങളെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാൻ അറിയാം, ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഏറ്റവും കഠിനമായിട്ട് ചെയ്യുന്ന ഒരു ബൂട്ട് ക്യാമ്പാണ് ഈ ബേൺസ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ 1 വർഷം പോയതാണ്. അവരൊക്കെ എനിക്കൊന്നും അറിയത്തില്ല, നല്ലപ്പം പോയതാണ്. 63-ാമത്തെ വയസ്സിൽ ഒരു ജിമ്മിൽ പോയത്. അപ്പോൾ എനിക്ക് ABCD എനിക്ക് അറിയത്തില്ല, ഈ ജിമ്മിൽ പോയിട്ടുള്ള അവിടുത്തെ ഇതൊക്കെ. ശരിയാണ്, ഒരു ട്രെഡ്മിൽ വീട്ടിലുണ്ടായിരുന്നു, ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറുന്നത് മാത്രമേ ഉള്ളൂ. അതൊക്കെ സ്വന്തം അഭിപ്രായത്തിൽ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അവരൊക്കെ എന്തോ ഒരു കാര്യമായിട്ടാണ് വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല, ചെയ്യാവുന്നത് പോലെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ ഓരോ സ്റ്റെപ്പുകളും ചെയ്യിപ്പിച്ചു വന്നത്. കൂടുതൽ ചെയ്തു പോകുന്നവർ അവരുടെ സ്പീഡിൽ അവർ പോകും, നമുക്ക് ചെയ്യാവുന്ന സ്പീഡിൽ നമ്മൾ പോകും. എനിവേ കേരളത്തിലുള്ള ജിമ്മുകൾ ഒരെണ്ണയിലും ഉണ്ട്. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് വന്നുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടേത് മാറ്റണം. പ്രായമായവർക്ക് പ്രത്യേകിച്ച് മുൻഗണന കൊടുക്കണം. ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് അവർക്ക് പറ്റുന്ന പോലെയുള്ള അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അല്ലാതെ ഒരു പേഴ്സണൽ ട്രെയിനർ ആയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു പ്രായമായ ആൾക്ക് എന്തൊക്കെയാണ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഫിസിക്കൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ എക്സർസൈസ് ആണെന്ന് അവർ അറിഞ്ഞിരുന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജിമ്മുകളും ഇനിയും ഓൾഡർ പീപ്പിൾ ഫ്രണ്ട്ലി ആവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഓക്കെ, ബൈ.